നമസ്കാരം. പശ്ചിമേഷ്യ ഏറെക്കുറെ ശാന്തമായി വന്നതാണ്. പക്ഷേ അപ്പോഴേക്കും ഇറാന് ഒരു ആവേശം തോന്നി. ഞങ്ങളൊന്ന് കയറി അങ്ങോട്ടടിച്ചെങ്കിലത് അങ്ങനെ അമേരിക്കയ്ക്ക് നേരെയുള്ള ഒരു ആക്രമണത്തിന് തുടക്കമിട്ടു ഇറാൻ. പക്ഷേ ഇറാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്തരത്തിലുള്ള വലിയ ശക്തമായ ഒരു പ്രത്യാക്രമണം അമേരിക്ക നടത്തുമെന്നും അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ബ്ലൂ പ്രിന്റ്, അതായത് ഇറാനെ പൂർണ്ണമായും തകർക്കാനുള്ള ഒരു ഡീറ്റെയിൽഡ് ബ്ലൂ പ്രിന്റുമായിട്ടാണ് അമേരിക്ക ഇറങ്ങിയിട്ടുള്ളത്. അമേരിക്കയെ അങ്ങോട്ട് പോയി കയറി ചുഴലും. ഇങ്ങോട്ട് ഇപ്പോൾ യുദ്ധമാണ്. ഇറാനെ പൂർണ്ണമായും തകർത്തെറിഞ്ഞല്ലാതെ വിശ്രമമില്ല എന്നാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രീതിയിൽ പ്രശ്നമായിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങോട്ട് പോയി കാലുപിടിക്കുകയാണ്. ഇറാന്റെ അബ്ബാസ് അരക്ചി, ഇറാന്റെ വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയെ അങ്ങോട്ട് പോയി പറഞ്ഞു ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമെന്ന്. അദ്ദേഹം സ്റ്റേറ്റ്മെന്റും ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു രീതിയിൽ തിരിച്ചടി കിട്ടുന്ന സമയം തന്നെയാണ്. അമേരിക്ക ഇപ്പോൾ ഇറക്കിയ ബ്ലൂ പ്രിന്റ് ആയിക്കോട്ടെ, ഇറാനെ പൂർണ്ണമായും നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു കാര്യപരിപാടിയാണ്. അത് മാത്രമല്ല, IRGCയും ഇറാന്റെ ഇപ്പോഴത്തെ താൽക്കാലിക ഭരണകൂടവും തമ്മിലുള്ള പോരും മുറുകിയിരിക്കുകയാണ്. അത് അബ്ബാസ് അരക്ചി ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ മുഹമ്മദ് ഗാലിബാഫ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സംഘർഷത്തിലാണ്. ഏതാനും ദിവസങ്ങൾക്കകമോ ചിലപ്പോൾ മണിക്കൂറുകൾക്കകമോ തന്നെ ഇവർ അകത്തായെന്നും വരാം, അല്ലെങ്കിൽ ഇവർ കൊല്ലപ്പെട്ടെന്നും വരാം. അതിനൊന്നും വലിയ അതിശയോക്തികളൊന്നും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. കാരണം ഇതിനോടകം തന്നെ ഇറാന്റെ പല ഉന്നത നേതാക്കന്മാരെയും IRGC അകത്താക്കിയിട്ടുണ്ട്. ഇറാന്റെ മുൻ പ്രസിഡന്റായ അഹമ്മദി നിജാദ് വീട്ട് തടങ്കലിലാണ്. അതുപോലെ തന്നെ ഇനി ഈ നേതാക്കന്മാരും വീട്ടു തടങ്കലിലാകാനോ അല്ലെങ്കിൽ കൊല്ലപ്പെടാനോ അധികം സമയമൊന്നും എടുക്കില്ല. അത്രമാത്രം തീവ്രമായ യുദ്ധത്തിലാണ് ഇരു പാർട്ടികളും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇറാൻ വളരെ നോർമലാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി ഷാങ്ഹായ് കോർപ്പറേഷനിലെ വിദേശകാര്യമന്ത്രിമാരുടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അരക്ചി. പക്ഷേ ഈ സമാധാനമൊന്നും അധികനാൾ നീണ്ടു നിൽക്കില്ല എന്ന ഇറാന്റെ ഒരു സാഹചര്യം വിലയിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് മനസ്സിലാകും. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ സുപ്രീം ലീഡേഴ്സ് എല്ലാവരും തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അയത്തുള്ള അലി ഖമനയും മജ്തബ ഖമനയും ഒക്കെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ അവർ ഇത് സമ്മതിച്ചിട്ടില്ല. എന്നാൽ എല്ലാ മീറ്റിങ്ങുകളും, പൊതു മീറ്റിങ്ങുകൾ ഉൾപ്പെടെയുള്ള ഒരു വിഷയങ്ങളിലും മജ്തബ ഖമനയ്ക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് പ്രധാനമായും നിരീക്ഷകരടക്കമുള്ള ആൾക്കാരുടെ അഭിപ്രായം. ഏതായാലും ഇറാൻ ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ വലിയ തിരിച്ചടികൾ ഇനിയും നേരിടേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അമേരിക്ക ഇറക്കിയിട്ടുള്ള ബ്ലൂ പ്രിന്റും ആ രീതിയിലാണ്. നേരത്തെ വളരെ റാൻഡമായിട്ടായിരുന്നു ഇറാനെ ആക്രമിച്ചതെങ്കിൽ ഇപ്പോൾ ഘട്ടം ഘട്ടമായി ഇറാന്റെ ഏതൊക്കെ മേഖലയിലാണ് ആക്രമിക്കേണ്ടതെന്ന് അമേരിക്കയ്ക്ക് വളരെ നന്നായിട്ട് അറിയാം. ആദ്യം ആക്രമിക്കുന്നത് ഹോർമൂസ് മേഖലയാണ്. ഹോർമൂസ് മേഖല ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ ഗൾഫ് ഐലൻഡ് മേഖലകൾ ആക്രമിക്കും. അത് അബു മൂസ ഐലൻഡ് ആയിക്കോട്ടെ, ഗ്രേറ്റർ തൻബ്, ലെസർ തൻബ് ആയിക്കോട്ടെ. അത് കഴിഞ്ഞാൽ ഖുശസ്ഥാൻ മേഖലയിലേക്ക് കടന്നാൽ പൂർണ്ണമായും ഇറാന്റെ തകർച്ചയാണ്. ഈ മേഖലയിലൊക്കെ സംരക്ഷണം ഒരുക്കുന്നത് ഇറാഖ്യൻ പ്രോക്സികൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി ഇറാന്റെ കൈമുതലായിട്ടുള്ള മറ്റൊരു ആയുധം എന്ന് പറയുന്നത് ഹൂത്തികളാണ്. ഹൂത്തികളെ വിട്ട് ഈ ചെങ്കടൽ മേഖല പിടിക്കാമെന്നാണ് ഇറാൻ കരുതിയിരിക്കുന്നത്. പക്ഷേ അതും അസ്ഥാനത്താണ് എന്നുള്ളതാണ്. അമേരിക്ക രണ്ടും കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോരിനിറങ്ങിയിരിക്കുന്നത്. ഇസ്രായേൽ ഈ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ തന്നെ ഇത് നേരത്തെ പ്രഖ്യാപിച്ച കാര്യമാണ്. തങ്ങൾ ആഗോള ഭീകരവാദത്തിന് നേരെ നടത്തുന്ന യുദ്ധമാണ്. അത് ഹമാസിനെതിരെ മാത്രമല്ല, ഇനി അത് മറ്റു പല രാജ്യങ്ങളിലേക്കും വ്യാപിക്കും എന്ന് ഇസ്രായേൽ ഇതിനോടൊപ്പം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതാണ് പിന്നീട് ഇറാനിലേക്ക് നടന്നത്. ഇനി അടുത്തത് പാകിസ്ഥാനായിരിക്കും, പിന്നീട് തുർക്കി ആയിരിക്കും. ഇങ്ങനെ ഓരോ ഭീകരവാദ രാജ്യങ്ങളെയും, ഭീകരവാദികൾക്ക് ഫണ്ട് നൽകുന്ന രാജ്യങ്ങളെയും ഒക്കെ തുരത്തിയെറിയുക തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ കാര്യത്തിൽ ഭാരതവുമായി കൈകോർത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന് നേരെയുള്ള പോരാട്ടം. അവരുടെ പല ഭീകരവാദികളും അജ്ഞാതരാൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇനി ഏതാനും കുറച്ചു പേർ മാത്രം അവരെയും ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങിക്കഴിഞ്ഞു. എന്തായാലും പാകിസ്ഥാനിൽ ഏതാനും ചില ഭീകരവാദികൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഭീകരവാദികളിൽ പലരെയും, അതായത് വളരെ ആക്റ്റീവായി നിൽക്കുന്ന പ്രധാനമായിട്ടുള്ള ഭീകരവാദികളെ അവർ കൊന്നു തള്ളിക്കഴിഞ്ഞു. ഇനിയും ഉണ്ട് ഭീകരവാദികൾ. എങ്കിലും നേരത്തെയുള്ള അത്രയേറെ ഭീകരവാദികളില്ല, ഏതാനും കുറച്ചുപേരെങ്കിലും കൊല്ലുവാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. തീർച്ചയായും ആഗോള ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യുക ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. പക്ഷേ ഇതുകൊണ്ട് ഏറ്റവും അധികം ബാധിക്കുന്ന രാജ്യങ്ങളായിരിക്കും അതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുക. അതിന്റെ ഗുണഫലം അനുഭവിച്ച രാജ്യമാണ് അമേരിക്ക. എങ്കിൽ പോലും അമേരിക്കയ്ക്കും ഇത് വലിയൊരു ബാധ്യതയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിയേ മതിയാകും എന്ന് അമേരിക്ക പ്രഖ്യാപിച്ച് തന്നെയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ്. ഇപ്പോൾ യുഎസ് കോൺഗ്രസും അതോടൊപ്പം തന്നെ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും ഒന്ന് ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ട്രംപിനെ എതിർക്കുന്നത്. ട്രംപിന്റെ യുദ്ധക്കൊതി ഒന്ന് അവസാനിപ്പിക്കണമെന്ന്. പക്ഷേ നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ട്രംപിന്റെ ഭാഗത്ത് ന്യായമാണ് എന്നും തോന്നും.
കാരണം എങ്ങനെയെങ്കിലും ഈ ഭീകരവാദത്തെ അവസാനിപ്പിക്കേണ്ടത് വലിയ ആവശ്യം തന്നെയാണ്. ഇപ്പോൾ ഇറാൻ വല്ലാതെ കരഞ്ഞു മെഴുകുന്നുണ്ട്. മലയാളത്തിലെ മാധ്യമങ്ങളൊന്നും ഇത് അറിഞ്ഞ മട്ടേയില്ല. കാരണം അവർക്ക് ഇത് പുറത്തു പറയാൻ പറ്റില്ല. ഏതെങ്കിലും രീതിയിൽ ഇസ്ലാമിനെ അത് ബാധിച്ചാലോ, ഇസ്ലാമിനെ ബാധിക്കുന്ന ഒന്നും തന്നെ അവർ എടുത്തു പറയാനോ എടുത്തുകൊണ്ട് ഒരു പോരാട്ടത്തിന് ഇറങ്ങുവാനോ ഒന്നും ചെയ്യില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെയുള്ള സുഡാപ്പി സപ്പോർട്ട് അങ്ങ് കുറഞ്ഞു പോയാലോ. സുഡാപ്പികൾ ഇവരുടെ ചാനലുകൾ ദൈനംദിനം കണ്ടുകൊണ്ട് പരമാവധി പ്രോത്സാഹനം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയൊന്നുമല്ല. കാരണം സുഡാപ്പികളുടെ പുറകെ നടക്കാൻ പോയ പൃഥ്വിരാജിന്റെ അവസ്ഥയൊക്കെ ഇപ്പോൾ നമ്മൾ തിയേറ്ററിൽ കണ്ടതാണ്. എന്തായാലും ഇത് അങ്ങനെ ഇരിക്കട്ടെ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് കഷ്ടകാലത്തിന്റെ സമയം തന്നെയാണ്. ഇറാൻ അധിക നാളൊന്നും ഇനി ഇങ്ങനെ പിടിച്ചു നിൽക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇറാനെ അടിമുടി തകർത്തെറിയുക തന്നെ ചെയ്യും അമേരിക്കയും ഇസ്രായേലും ചേർന്ന്. അല്ലാതെ മറ്റു മാർഗങ്ങൾ അവർക്കില്ല.